ഹായ് കൂട്ടുകാരെ, വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് കൊണ്ട് നമുക്കൊരു പുട്ടുണ്ടാക്കിയാലോ? അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ പാചകത്തിലോട്ട് കടക്കാം. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പാണ്. ഞാൻ ഇതിനെ നല്ലവണ്ണം പാറ്റി അതിലുള്ള കല്ലും തണ്ടും പറക്കി കളഞ്ഞു. എന്നിട്ട് ഒരു 8-10 വെള്ളം നന്നായിട്ട് ഞവിടി കഴുകി അതിന്റെ വെള്ളമൊക്കെ പോയതിനു ശേഷം ഞാൻ വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്തു. അതാണ് നിങ്ങളിപ്പം കാണുന്ന ഗോതമ്പ്. ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് ഗ്യാസിലോട്ട് വെക്കുക. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്കി വെച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം, ഗോതമ്പിന്റെ ഒരു കളർ മാറുന്നത് വരെ. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനലിൽ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കിയ അരിയുണ്ടയുടെ വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തവർ എല്ലാവരും കയറി കണ്ടോളാം. കാരണം 10K വ്യൂസ് ആയ വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എല്ലാവരും ചെയ്യണം. ബെൽ ബട്ടണും കൂടി ഓണാക്കി ഇടുക. ഞാൻ ഗോതമ്പ് അടുക്കി പിടിക്കാതെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. എന്തായാലും ഈ ഗോതമ്പിന്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മളെ ഗോതമ്പ് ഏകദേശം ഒരു പരുവായി കിട്ടിയിട്ടുണ്ടേ. പക്ഷെ ഇതുപോലെ ശകലം കൂടി വേണം. അപ്പം വീണ്ടും നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കാതെ വെച്ചാലേ ഗോതമ്പ് അടിയിലോട്ട് പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നിർത്താതെ ഇളക്കാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാനുള്ള പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ജാറിലോട്ട് മാറ്റാം. നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണേ. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, 2 തവണയായിട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കാനുള്ള ഗോതമ്പ് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിനി അതിനെ പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച് ഗോതമ്പ് 2 തവണയായിട്ട് പൊടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. എന്നാലേ ഈ പുട്ട് നല്ല പഞ്ഞ് പോലെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ച് മാറ്റിയ ഗോതമ്പ് പൊടിയിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി തളിച്ചും കൊടുക്കാം. പൊടി ഉപ്പെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടി ഉപ്പാണ് തൂറ്റി കൊടുത്തത്. ഉപ്പ് തൂറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങ ചിരുകി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടാൽ മതി. ബാക്കി തേങ്ങ പുട്ട് വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും ചെയ്തല്ലോ. ഇനിയാണ് ഇതിന്റെ പ്രധാന കാര്യം ചെയ്യാൻ പോകുന്നത്. വെള്ളം ചേർത്ത് കുഴയ്ക്കാൻ പോകുന്നു. ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് നമുക്ക് വിരവിയെടുക്കാം. വീഡിയോ കാണുന്നത് പോലെ കുറേശ്ശെ വെള്ളം തളിച്ച് വിരവിയെടുക്കുക. ഈ വിരവിയെടുക്കുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. കാരണം ഈ എത്ര നമ്മൾ വെള്ളം തളിച്ചാലും ഗോതമ്പിൽ അത് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ഓരോ തവണ വെള്ളം തളിച്ച് വിരവിയെടുക്കുക. ഞാൻ ഈ കുഴച്ചെടുക്കുന്ന മുഴുവനായിട്ടും വീഡിയോ കാണിക്കുന്നുണ്ട്. കാരണം ഓരോ തവണയും വെള്ളം കുടഞ്ഞ് വിരവിയെടുക്കുമ്പോൾ അതിന്റെ പരുവം നിങ്ങൾക്ക് കാണിക്കാനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. ക്ഷമയോടെ സമയമെടുത്ത് എത്രത്തോളം നിങ്ങൾക്ക് വെള്ളം കുടഞ്ഞ് വിരവാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ പുട്ടിന് ഒരു മയം ഉണ്ടാകുന്നത്. കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. നമ്മൾ ഈ വറുത്ത് പൊടിച്ച ഗോതമ്പ് ആയതുകൊണ്ട് നല്ലൊരു മണവും ഉണ്ട്. റേഷൻ കടയിൽ ചെന്ന് ഗോതമ്പ് വാങ്ങാത്തൊരു അടുത്ത വട്ടം പോകുമ്പോൾ ഗോതമ്പ് ചോദിച്ച് വാങ്ങണം. എന്നിട്ട് ഇതുപോലെ വറുത്ത് പൊടിച്ച് പുട്ടുണ്ടാക്കാം. നമുക്ക് പുട്ട് വരെ ആയില്ല, മാവ് കുഴയ്ക്കുന്നതേ ഉള്ളൂ. മാവിത കുഴച്ച് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 3/4 പരുവൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം കൂടി കുഴച്ച് കൊടുത്താൽ മതി. ഒരു 40 സെക്കൻഡ് കൂടെ കുഴച്ച് കൊടുക്കാം. നമ്മൾ പച്ചരിയിൽ പുട്ടുണ്ടാക്കിയാലും റവമാവിൽ പുട്ടുണ്ടാക്കിയാലും മൈദാമാവിൽ പുട്ടുണ്ടാക്കിയാലും നല്ലതുപോലെ കുഴയ്ക്കണം. കുഴച്ചാലേ അതിൻ്റെ രുചി വരുള്ളൂ. നമ്മളെ ആവശ്യമുള്ള പരുവത്തിന് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴയ്ക്കണ്ട. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടുക്കലമെടുത്ത് നമ്മൾ നല്ല കഴുകി അതിൽ വെള്ളം ഒഴിച്ച് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തു. പുട്ടുകുറ്റിയെടുത്തു. ആദ്യം ചില്ലിട്ടു. പിന്നെ ആദ്യം ചിരുകി മാറ്റിയ തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ വിരയി വെച്ച് പുട്ടിന്റെ പൊടി ഇട്ട് കൊടുത്തു. പകുതി അളവിൽ മാത്രം പുട്ടിന്റെ പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ടിട്ട് വീണ്ടും പൊടി ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ തേങ്ങ കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ ചേർത്തത് കൊണ്ടും നമ്മൾ വിരവിയപ്പം കുറെ തേങ്ങ ഇട്ട് കൊടുത്ത് അപ്പം നല്ല അടിപൊളിയായിരിക്കും കഴിക്കാൻ. ഇനി ഈ പുട്ടുകുറ്റി ചൂടായിരിക്കുന്ന കലത്തിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിന്റെ അടപ്പെടുത്ത് നമുക്ക് മേളിൽ അടച്ചിട്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. അല്പസമയത്തിന് ശേഷം ആവി വന്നിട്ടുണ്ട്. ഉടനെ എടുക്കണ്ട, ഒരു 3 മിനിറ്റ് അങ്ങനെ ഒന്ന് വേവിട്ട്. ഇനി നമുക്ക് പുട്ട് പുറത്തെടുക്കാം. പുട്ടുകുറ്റിയിൽ നിന്ന് പെതിയെ നമ്മൾ പുറത്ത് പുട്ടെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയി, അത് കാര്യമാക്കണ്ട. കഴിക്കാൻ അടിപൊളിയാണ്. ഇനി റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് മേടിച്ച് ഇതുപോലെ പുട്ടുണ്ടാക്കണം. നന്നായിട്ടുണ്ടാവും. പപ്പടവും പഴവും വെച്ച് ഞെവിടി കഴിച്ചാൽ സൂപ്പർ അടിപൊളിയായിരിക്കും. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.